ഹലോ, കുറച്ച് 10 മണീൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നടാം. കുറച്ച് ദിവസമായി കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ നടാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും ഇനിയും വാടുന്നതിന് മുന്നേ നടാമെന്ന് വിചാരിച്ചു. പോട്ടി മിക്സ് നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ തന്നെ, പക്ഷേ ചട്ടി അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയായിരുന്നു. ഉണ്ടാക്കിയ സമയത്ത്, കൊറോണ സമയത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പം ഒരു 5 വർഷമായല്ലേ. പറമ്പിൽ കിടക്കുമായിരുന്നു. ഒന്ന് കഴുകിയെടുക്കാനുള്ള സമയം കിട്ടിയില്ല. കഴുകി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെടി നടാൻ നടക്കില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് നൈറ്റിലാണ്, വൈകുന്നേര സമയമായി. എപ്പോഴാണ് ഞാൻ നടാൻ തുടങ്ങിയത്. എപ്പോഴും നടുന്ന പോലെയല്ല, ഇന്നൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായി ചെയ്യണമെന്ന് കരുതി ഒരു എണ്ണക്കുപ്പി എടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള എണ്ണക്കുപ്പിയായിരുന്നു. കുപ്പി വെറുതെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുപ്പിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി കുറച്ച് ഓട്ടയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കുപ്പിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞു, മേൽഭാഗം അങ്ങനെ തന്നെ നിർത്തി. ഇതേപോലെ ചട്ടിയിലേക്ക് ഇങ്ങനെ നിർത്തി ചുറ്റും മണ്ണിട്ട് ആ ഹോൾസിൽ കൂടി 10 മിനിറ്റ് നടാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു തരം കളറ് 10 മണിയാണേ. കോമൺ കളർ തന്നെയാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തെല്ലാം നശിച്ചു പോയതാണ്. ഇപ്പോൾ ഇതൊരു കുട്ടി കൊണ്ടു തന്ന ശേഷം ഒരു 3-4 ദിവസമായി നടാൻ പറ്റിയില്ല. ഹോസ്പിറ്റലും സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ നടന്നുകൊണ്ട് നടാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് വൈകുന്നേരമായി, എന്നാലും സാരമില്ല, നട്ടേക്കാൻ വിചാരിച്ചു. അതാണ് ചെടിച്ചട്ടിയൊന്നും കഴുകാൻ സമയം കിട്ടാത്തത്. എന്തായാലും പോട്ടി മിക്സ് സാധാരണ ചാണകപ്പൊടിയും മണ്ണും പിന്നെ കുറച്ച് മണലും. ചകിരിച്ചോറ് ഇതിൽ എടുത്തില്ല കേട്ടോ, കാരണം 10 മണിക്ക് അധികം വെള്ളം നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ മണ്ണൊക്കെ നിറച്ചു. ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ആ ഹോൾസിലൂടെ എല്ലാം ഇങ്ങനെ കുത്തി കയറ്റി വെക്കുകയാണ് ചെയ്തത്. കുറച്ചെണ്ണം താഴ്ഭാഗത്തായിട്ടും നട്ടു. ഇത് പെട്ടെന്ന് വളരുവേ. 10 മണി വേഗം വേര് പിടിക്കും. അതേപോലെ പുതിയ ബ്രാഞ്ചസൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു ചെടിയാണ് 10 മണി. പക്ഷേ അതേപോലെ തന്നെ നമ്മളിതിനെ പ്രൂൺ ചെയ്ത് നോക്കുകയും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അത് വേറൊരു കാര്യം. അധികം വെള്ളം ആവശ്യമില്ല, പക്ഷേ വെള്ളം നന്നായി പോകുന്ന സ്ഥലമായിരിക്കണം. മഴക്കാലത്താണ് നശിച്ചു പോവുക. അപ്പോൾ ആ സമയത്ത് നന്നായി കെയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചാനലിൽ ഇത്തരം ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസാണ് കൂടുതൽ ഞാൻ ഇടുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത ലുക്ക് എന്തായിരിക്കും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.